കേന്ദ്ര സർക്കാർ ദേശീയ റോഡ് അതോറിറ്റി അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണ ഏജൻസി 3 ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായും അതിൻ്റെ റിപ്പോർട്ട് നൽകും. ഈ ദേശീയപാതയെന്ന് മാത്രമല്ല, നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖം. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ്. എന്തായാലും ഇന്നിവിടെ ഈ ദുരന്തം സംഭവിച്ചില്ല എങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. മഴക്കാലമാകുമ്പോൾ അവർ കുറച്ച് കുഴിയടപ്പ് മാത്രം ചെയ്യുന്നുണ്ട്. ആ കുഴിയടപ്പിൽ ഒതുങ്ങി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് വികസനം. നമസ്കാരം. ദേശീയപാത വികസനത്തിൽ ക്രെഡിറ്റ് സ്വന്തമാക്കിക്കൊണ്ട് വളരെ വലിയ രീതിയിൽ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടത്തിയ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഒരക്ഷരവും മിണ്ടാനില്ല. കാരണം ദേശീയപാത പലയിടങ്ങളിലും വിള്ളൽ വീണിരിക്കുകയാണ്, ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉൾപ്പെടെ ദേശീയപാതയിൽ വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് രാത്രിക്ക് രാത്രി ഇത് കോൺക്രീറ്റ് ഇട്ട് അടച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ ദേശീയപാതയുടെ ഇത്തരത്തിലുണ്ടായ ഈ വിള്ളലുകൾക്ക് ഉത്തരവാദി ആരാണ്, എവിടെയാണ് പാകപ്പിഴ സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ശിവസേന നേതാവ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് ദേശീയപാത വികസന ഉദ്ഘാടനം വളരെ തകൃതിയായി നടത്തി. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ വലിയൊരു ദുരന്തമായി ദേശീയപാതയിൽ വിള്ളലുണ്ടാകുന്നു, വലിയ രീതിയിൽ അപകടമുണ്ടാകുന്നു. ഇന്നലെ ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിൽ രാത്രിക്ക് രാത്രിയാണ് ഇത് കോൺക്രീറ്റ് ഇട്ട് അടച്ചു മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ദേശീയപാത വികസനത്തിൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ ക്രെഡിറ്റ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ട, കേന്ദ്രത്തിന് കൊടുത്തിരിക്കുകയാണ്. ശിവസേനയുടെ നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായും ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ദുരന്തം തന്നെയാണ്. നിങ്ങൾ ചോദിച്ചതുപോലെ ദേശീയ പാതയിൽ ഈ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ അതിൻ്റെ ക്രെഡിറ്റ്. ഇതെന്ന് മാത്രമല്ല, ഈ ദേശീയപാതയെന്ന് മാത്രമല്ല, നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖം. അതിനും നമ്മുടെ കേന്ദ്രം അതിനുള്ള എല്ലാ അനുമതിയും കൊടുത്ത് സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിജി കേരളത്തിലെത്തി അതിൻ്റെ ഉദ്ഘാടനം ചെയ്തപ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അന്ന് അവിടെ പ്രസംഗിച്ചിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ്. എന്തായാലും പൊതുജനങ്ങളെല്ലാം അത് മനസ്സിലാക്കുന്നുണ്ട്. അതായത് നമ്മൾ പണികളെല്ലാം നടത്തി ആ പാതയുടെ ഉദ്ഘാടനം ഇവിടെ ഒരു NDAയുടെ ഘടകകക്ഷിയെയോ അല്ലെങ്കിൽ NDA പറയുന്ന ഒരൊറ്റ ദേശീയ ജനാധിപത്യ സഖ്യം രൂപം കൊടുക്കുന്ന ആ മോദിജി സർക്കാർ അനുവദിച്ചിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ദേശീയപാത വികസനം വരികയും ദേശീയപാത അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോഴും അതിലുള്ള ഒരു ജനപ്രതിനിധികളെ പോലും അതിൽ പങ്കെടുപ്പിക്കാതെ അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടും ഇന്നിവിടെ ഈ ദുരന്തം സംഭവിച്ചില്ല എങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. ഇങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോൾ അതിനെ ഞാൻ ചെറിയ സംഭവമായിട്ട് കരുതുന്നില്ല. ഒരു വലിയ ദുരന്തം ഒഴിവായി, ഭഗവാന്റെയൊക്കെ കാരുണ്യം കൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവായി. ആ ദുരന്തം ഒഴിവായി കിട്ടിയപ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിലേക്ക് പോയി. ഞങ്ങൾക്കൊന്നും അറിയില്ല. അതിൻ്റെ നിർമ്മാണ ചുമതല ഉൾപ്പെടെ എല്ലാവും കേന്ദ്ര സർക്കാരിനെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. ഇതെന്ന് മാത്രമല്ല, നമുക്ക് നോക്കാം, നമ്മുടെ സാധാരണ റോഡുകൾ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള തന്നെ സാധാരണ റോഡുകളിൽ വരുന്നു. നമ്മുടെ സ്കൂൾ തുറക്കാൻ പോകുന്നു. പിഞ്ചു മക്കളെയും കൊണ്ട് രാവിലെ 100 കണക്കിന് സ്കൂൾ വാഹനങ്ങൾ ഈ നിരത്തിലൂടെ ഓടുമ്പോൾ അവരുടെ ആ സ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ മഴക്കാലങ്ങളിൽ വരെയും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളല്ലാതെ നമുക്ക് ഒരൊറ്റ റോഡ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തന്നെ അതെല്ലാവും നമ്മൾ കൃത്യമായിട്ടും ചെയ്യുന്നു. റോഡുകളുടെ എല്ലാം പ്രവർത്തനം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ മഴക്കാലമാകുമ്പോൾ അവർ കുറച്ച് കുഴിയടപ്പ് മാത്രം ചെയ്യുന്നുണ്ട്. ആ കുഴിയടപ്പിൽ ഒതുങ്ങി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് വികസനം. ദേശീയപാത ഈ ഒരു ദുരന്തത്തിൽ ആർക്കാണ് സത്യത്തിൽ എവിടെയാണ് പാഴ്ച എവിടെയാണ് പറ്റിയത്? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ദേശീയ റോഡ് അതോറിറ്റി അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായും അതിൻ്റെ പാകപ്പിഴകൾ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ അന്വേഷണ ഏജൻസി 3 ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായും അതിൻ്റെ റിപ്പോർട്ട് നൽകും. അതിൻ്റെ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.